ദിവ്യകാരുണ്യ പ്രിയമുള്ളവരെ, ഞാൻ ബ്രദർ ബിവിൻ ആനിത്തോട്ടത്തിൽ MCBS. ഇപ്പോൾ ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ അംഗമാണ്. 8ാം വർഷ പരിശീലനത്തിലാണ്. തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷ സമാപനത്തോടനുബന്ധിച്ച് നടത്തുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ഭാഗമായി അതിനോടനുബന്ധിച്ച് ദിവ്യകാരുണ്യ മിഷണറി സഭ നടത്തുന്ന ഒരു ദിവ്യകാരുണ്യ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്, ഈ ദിവ്യകാരുണ്യ നഗറിൽ. അപ്പം 3 ഹാളുകളിലായിട്ടാണ് നമ്മൾ ഈ എക്സിബിഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഹാള് ഇതാണ്. ഇവിടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ, അത് പല സ്ഥലങ്ങളിൽ പല കാലങ്ങളിൽ പല വ്യക്തികളിലൂടെ ഒക്കെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാർ എന്ന പേരിലുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ബഹുമാനപ്പെട്ട ക്ലിന്റ് വെട്ടിക്കുഴി MCBS അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള അവരാണ് ശരിക്കും ഇത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസ് എന്ന വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസിന്റെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ദിവ്യകാരുണ്യ എക്സിബിഷൻ നടത്തുന്നത്. 100ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നേരിൽ സന്ദർശിച്ച് അവയൊക്കെയും ക്രോഡീകരിച്ച് ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച ആളാണ് വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസ്. അപ്പം അദ്ദേഹത്തിന്റെ മാതൃകയിൽ ലോകമെമ്പാടും നടന്ന പല ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, അവ നടന്ന സ്ഥലം, വർഷം, അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരണം, പിന്നെ അതിനോടനുബന്ധിച്ച് അതേപ്പറ്റി നടന്ന ശാസ്ത്രീയ പഠനങ്ങൾ, ചരിത്ര വസ്തുതകൾ, അവയൊക്കെയുമാണ് നമ്മൾ ഈ എക്സിബിഷനിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ദിവ്യകാരുണ്യ എക്സിബിഷൻ നടത്താനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നതും നിരന്തരമായ പ്രോത്സാഹനവുമായി നിൽക്കുന്ന ഒരു സാക്ഷ്യ ജീവിതമാണ് വാഴ്ത്തപ്പെട്ട കാർലോസ് അക്വിറ്റസിൻ്റെത്. അദ്ദേഹത്തിൻ്റെ പൂജ്യമായ തിരുശേഷിപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ദിവസങ്ങളിലൊക്കെയും പരസ്യ വണക്കത്തിനായിട്ട് വാഴ്ത്തപ്പെട്ട കാർലോസിന്റെ തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കടന്നു വന്നിരിക്കുന്നത് 2ാമത്തെ എക്സിബിഷൻ നടക്കുന്ന ഹാളിലേക്കാണ്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കേടുകൂടാതെ ഇന്നും ഇരിക്കുന്ന തിരുവോസ്തികൾ, സഭ വിശദമായ പഠനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേടാകാതിരിക്കുന്ന തിരുവോസ്തികൾ, അതിനെപ്പറ്റിയുള്ള വിവരണം, പിന്നെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന തിരുവോസ്തികൾ, ചരിത്രത്തിലുണ്ടായ അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതാണ് എക്സിബിഷൻ നടക്കുന്ന 3ാമത്തെ ഹാള്. അപ്പൊ ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ, അതുപോലെ തിരുവസ്ത്രങ്ങൾ സീറോ മലബാർ സഭയിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ, അതുപോലെ മലങ്കര സഭയിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ, അവയൊക്കെയും ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച വിശുദ്ധരെ പറ്റിയുള്ള ഒരു വിവരണമാണ്. അവരാരൊക്കെയാണ്, അവര് എത്ര വർഷം ഇങ്ങനെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. പിന്നെ ദിവ്യകാരുണ്യവും വിശുദ്ധരും എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിൽ വിശുദ്ധരൊക്കെയും ദിവ്യകാരുണ്യത്തെ പറ്റി പറഞ്ഞത് എന്താണെന്നുള്ളൊരു കാര്യമാണ്. വിശുദ്ധരൊക്കെയും വിശുദ്ധരായത് ദിവ്യകാരുണ്യത്താലാണ് എന്ന ഒരു വസ്തുത ഏറ്റുപറയുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കണ്ട 3 ഹാളുകളിൽ നമ്മൾ കണ്ടത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളായിരുന്നു. എന്നാൽ ഈ 4ാമത്തെ ഹാളില് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ പ്രസന്റേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ സമയവും ഇങ്ങനെ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. പിന്നീടുള്ളത് ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അത് എക്സ്ക്ലൂസീവ്ലി ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളുടെ പ്രദർശനവും അതോടൊപ്പം തന്നെ വിൽപ്പനയുമാണ് ഇവിടെ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ 8ാം തീയതി മുതൽ നമ്മൾ ഈ പ്രദർശനം ഇവിടെ തുടങ്ങിയിരുന്നു. 14ാം തീയതി രാത്രിയോളം നമ്മൾ ഈ പ്രദർശനം തുടരുന്നതായിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ തോമാപുരം ഇടവകയിലെ ഈ ദിവ്യകാരുണ്യ നഗർ ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെയും കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.